അതുകൊണ്ട് സ്റ്റിൽ നമ്മൾ ആ ലെഫ്റ്റ് വഴി തന്നെ പോയാൽ മതി. ഇപ്പൊ അവരാ അമ്മാരിവിടെ ഇല്ലടാ, അമ്മാരിവിടെ ഇല്ല. ഞാൻ അവിടെ എത്തി. നമ്പർ ടീം എത്തി. ഇല്ലടാ കുഴപ്പമില്ല, മറ്റേ വഴി തിരിച്ചു തന്നു. എങ്ങനെയാണോ നമ്മള് കറക്റ്റ് ഇവിടെ വരുമ്പോ സന്ധ്യ ആവുന്നേ? വണ്ടിയില് ഞാൻ മാറ് കളിക്കാൻ വരുമ്പോ സന്ധ്യ ആവും. അത് ദൈവങ്ങൾ വരുമ്പോ സന്ധ്യ ആവാറില്ല. അയ്യേ നമ്മള് സന്ധ്യാകുമ്പോ നമ്മ ദാമം ജപിക്കുന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ എമ്മ. കളിക്കണ്ട കാരണം മറ്റേ അവര് ഇതിനു വേണ്ടി കളിക്കും. എല്ലാ പൊണ്ണു പെറും ബന്ധാറത്തേക്ക് അറിയാവുന്ന ആറത്തേക്ക് ഒരു പൊണ്ണു ലേറ്റ് പண்றோம். ഉടനെ ഇട്ട് കാണത്തില്ല. എടാ അമ്മ വേറെ ലൊക്കേഷൻ അല്ല നമ്മളെ കണ്ടിരിക്കല്ലേ. എന്നാലും കുട്ടിമാർക്ക് നമുക്ക് എന്താണ് പെണ്ണ് വന്നപ്പോ എല്ലാം കൂടെ പോയേക്കുന്നു. ഒരു കൈ കൊണ്ട് കളിക്കുന്നതിനൊക്കെ ടൈപ്പ് ചെയ്യണം നോക്ക്. ഇതല്ലേ ഡോർക്കി അടുത്ത് ഡോർ ഉടക്കിയാടാ. ഡോർക്ക് ഉടക്കാൻ ഇറങ്ങിയ മണി ഉടക്കും അമ്മമാര്. നാലിന്റെ വേണ്ട വെയിറ്റ് നമ്മളെ നാലും പോസ്റ്റേക്കാന്ന് കാണിക്കണ്ട. അതുകൊണ്ട് ടണൽ സൈഡ് പോയി നോക്കുവാണ്. എടാ മന്ദാര ഫണ്ട് അയച്ചിട്ട് കിട്ടിയായിരുന്നോ? നാളെ തന്നെ സെറ്റ് ചെയ്യട്ടോ അത്. പിന്നെ നമ്മുടെ മറ്റേ 3 വണ്ടി കൊണ്ടല്ലോ, ആ വണ്ടിയുടെ കൊണ്ടുപോട്ടോ. 3 വണ്ടി ഒരു ഹെലി ഗ്യാങ് ഡ്രസ് വേണമെങ്കിൽ നമുക്ക് ഞാൻ എക്സ്ട്രാ ഒരെണ്ണം ചെയ്യിപ്പിക്കാം. പിന്നെ എടാ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. അത് ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ടിവിയുടെ ഗ്യാങ് ഹൗസ് പണിയാൻ പോണത് രായനായിരിക്കും. ടിവിയുടെ ഗ്യാങ് ഹൗസ് രായനായിരിക്കും പണിയത്. രായൻ പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്, സീറോ ഡിലേ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. അപ്പോൾ അതിങ്ങനെ സിറ്റിയിലെ ഇവൻസും ബാക്കി കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടാണ്. അപ്പോൾ രായന് ഞാൻ കൊടുത്തു ഗ്യാങ് ഹൗസ്. എനിക്ക് അതിലും ബെസ്റ്റായിട്ട് വേറെ ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഇവന്റും അതുപോലെ തന്നെ ഗ്യാങ് ഹൗസും ചെയ്യണത് ചുമ്മാ ഒരുപാട് ശരിയാക്കാൻ പറ്റില്ല ഇപ്പോഴേ. കാരണം ഇനി ഇവന്മാരിങ്ങനെ കൊണ്ടുപോകൊണ്ടിരിക്കും. ഇപ്പോഴേ പറഞ്ഞാലേ നമുക്ക് ആ സമയത്ത് കിട്ടത്തുള്ളൂ. റിവീൽ ആക്കിയിട്ടില്ല. അയ്യോ ആര് എന്ത് റിവീൽ ആക്കിയിട്ടില്ലെന്ന്? എന്ത് റിവീൽ ആക്കിയിട്ടില്ലെന്ന്? സീറോ ഡിലേ എന്താണെന്ന് റിവീൽ ചെയ്തിട്ടില്ല. അയ്യോ ഞാനപ്പോ ഇന്ന് തന്നെ വിളിച്ച് തള്ളക്കി വിളിക്കട്ടെ. പിങ് കാണുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ? പിങ് കാണുന്നുണ്ടോ? അറിയാതെ പറഞ്ഞു. ആണല്ലേ? ഞാനതിന്റെ എന്തോ ഒരു പോസ്റ്റർ കണ്ടായിരുന്നു. അപ്പൊ നീ ഇത് അനൗൺസ് ചെയ്തേ. ഞാൻ സ്പീക്കറില്ല, അത് റിവീൽ ചെയ്യല്ലേ. കൈപ്പടിച്ച് എടാ ഒന്ന് അഡ്മിനെ വിളിച്ചിട്ട് പറ എത്ര ഡിലേ ആക്കാൻ പറ്റത്തില്ലെന്ന് പറ.
ലെറ്റ്സ് ഗോ. അപ്പൊ അവരുടെ പുതിയൊരു സംരംഭത്തിന് ഓൾ ദ വെരി ബെസ്റ്റ്. അതൊക്കെ ചുമ്മാ ഗൈസ് ഞാൻ അതിന്റെ എന്തോ ഒരു പോസ്റ്റർ കണ്ടു ഗൈസ്. ഞാൻ ഓർത്തത് റിവീൽ ചെയ്തെന്ന് അവര്. എടാ ഒരു സംഭവം ഉണ്ട്. അവർ അക്സെപ്റ്റ് ചെയ്തതിന്റെ 15 മിനിറ്റിനുള്ളിൽ എന്തോ എന്തിനാണ് പറയണത്? കബഡി വാരി കണ്ടുപിടിച്ചാന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കൊരു ഗ്യാങ് ഡ്രസ്സും കൂടെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാടാ. നല്ലൊരു ഗ്യാങ് ഡ്രസ്സും കൂടെ. അവർ ഓൾറെഡി പ്രോഫിറ്റിലുണ്ട്. അതാരാ പോയെ? വേറെ രക്ഷപ്പൊക്കെ വന്നു. 20 മിനിറ്റാണ്. ഓറഞ്ച് കളറില് ആ അതാ അങ്ങനെ ഗ്യാങ് വണ്ടി മറ്റേ ഡ്രസ്സോട് കയറാനാണ് വഴി. എന്താടാ ലൈറ്റ് വെച്ച് കൊടുത്തത്? അതാ ഓ മൈ ഗാഡ്, ഇവന്മാര് സിറ്റിയിലുണ്ടോ? നീ അടിച്ചുറക്കടാ. അങ്ങോട്ട് പോലെ 1-0 ലെഗസി പോകും അവരുടെ. ആ അത് വേണ്ട വേണ്ട, അവൻ ജയിച്ചോട്ടെ. എടാ കണലെ നോക്കുന്നുണ്ടല്ലോ അല്ലേ? മല മോബി അല്ല മലയിലെ മോബിയാണ് ബ്രോ ഫേസ് ക്യാം ഇടും ബ്രോ. ഞാൻ വാർ ഒന്നും കളിക്കുമ്പോൾ ഫേസ് ക്യാം ഇടത്തില്ല ബ്രോ. ആരെങ്കിലും ഒന്ന് ഇട്ടടാ അഡ്മിന്റെ അത്. ഇല്ല ഇത് ഭയങ്കര ഡിലേ ഇത് പറഞ്ഞ ഇത് കഴിഞ്ഞിട്ട് എന്താ സംഭവം അറിയാം. ഇനി വീഡിയോ വന്നിട്ട് ഉമ്മാര് അതിടുവേ. വീഡിയോ വാങ്ങി 20 മിനിറ്റ് അവർക്ക് ഹോൾഡ് ചെയ്യാന്നാണ് പറയുന്നത്. 20 മിനിറ്റ്. നീ എന്തോ നന്നായിട്ടാണ് നീല എല്ലാരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നോക്കി വെക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സിറ്റിയിൽ ബെറ്റർ ഗ്രാഫിക്സ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വേറെ ഏതോ ഗെയിം കളിക്കണേ. ആ അതെ അണ്ണാ അതിട്ടേക്കുന്നേ അതില്ലാതെ കാണുന്നില്ല. നല്ല റീഷേഡ് സെറ്റ് ചെയ്ത് തരണം. അങ്ങനെയാണെങ്കിൽ റീഷേഡ് എനിക്ക് ഇഷ്ടമല്ല. നല്ല റീഷേഡ് കിട്ടും, കളർ നല്ല. എടാ ഈ ഇൻ ഗെയിം ബ്രൈറ്റ്നസ് കുട്ടിയെ കാണാൻ പറ്റുമോ? ആ അണ്ണാ അത് കുറച്ചിട്ടേക്കാണ്. നോക്കട്ടെ ഒരു മിനിറ്റ്. അണ്ണാ അത് ഫുള്ളാക്കി ഡിഫോൾട്ടാടാ എനിക്ക് കാണാല്. ഡിസ്പ്ലേയിലല്ലേ ആ ബ്രൈറ്റ്നസ്? ഡിസ്പ്ലേയില് കോൺട്രാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ട്. അല്ലല്ല ബ്രൈറ്റ്നസ് തന്നെയാണ് ഡിസ്പ്ലേ. ഫുള്ളാക്കണ്ണ കളർ കൊടുക്കും. ഇത് പരിപാടി അത് ഫുള്ളാക്കല്ലേ? ആ ഫുള്ളായിക്കോ, ധൈര്യത്തിൽ ഫുള്ളാക്കണ്ട. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ഇപ്പൊ കൊള്ളാം. ഇപ്പൊ കള്ള സെറ്റ് അല്ലേ? ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഇപ്പൊ വിളറി വെളുത്തിരിപ്പോട്ടെ എല്ലാരും. പകലാവുമ്പോ അറിയാം എങ്ങനെ ഉണ്ടാവുന്നത്. അണ്ണാ റീസെറ്റ് ഗ്രാഫിക്സ് അടിച്ചാ അപ്പം നോർമലാവും. FPS ഒന്നുകൂടി അടിച്ച് റീസെറ്റ് ഗ്രാഫിക്സ്. എടാ അതല്ലടാ, ഞാൻ സെറ്റിങ്സിലെ ബ്രൈറ്റ്നസ് ആ കൂട്ടിയത്. അതന്നെ അണ്ണൻ വെള്ളറി വെളുത്തിരിക്കുകയാണെങ്കിലേ റീസെറ്റ് ഗ്രാഫിക്സ് അടിച്ചാലേ നോർമൽ ആവുന്ന പറഞ്ഞു. അതെങ്ങനെയാടാ അന്നേരം അടിക്കണ്ട 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 പഠിച്ച റീസ്റ്റാർട്ട്. ഞാൻ അടിച്ചപ്പോ പുകയൊക്കെ വന്നു. അടിക്കല്ലേ അല്ല അത് ഈ വണ്ടിയാണ്ടേ ചാടി കയറി പോയി. ആ മുഷിയോടാ കുത്തിയടി 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 വാ അടിച്ചോട് അടിച്ചു. ഓടി 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 വലിയ വലിയ പിന്നെ വലിയ ലെഫ്റ്റുള്ള വണ്ടി ലെഫ്റ്റുള്ള വണ്ടിക്ക് പ്ലാസ്റ്റ് ഈ പോണ വണ്ടി ഈ വണ്ടി ഈ വണ്ടി ബേറ്റ് ഉണ്ടാവേ. ഇവിടെ റൈറ്റ് വയ്ക്കാം. മലയിൽ ബേറ്റ് ഉണ്ടാവേ. നോക്കിയേ ഇറങ്ങി പോയിരിക്കും. ഇവരെ കൊല്ല ഇവരെ കൊല്ല ഇവരെ കൊല്ല. നോക്കിയടി നോക്കിയടി റൈറ്റ് എല്ലാരും ഈ മല കുത്തണ ഈ മല കുത്തണ ഇവിടെ കുത്തി ഇവിടെ കുത്തി ഇവിടെ കുത്തി ഇവിടെ കുത്തി ഇവിടെ കുത്തി മാർക്ക് ഈ മാർക്ക് അടി 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 അടി. അമ്മ പിന്നെ വലിയ ആ കൊട്ട് കൊട്ട് വീണ്ടും വണ്ടി വീണ്ടും വണ്ടി വീണ്ടും വണ്ടി എടാ അവിടെ മല കുത്തിയിട്ടുണ്ട്. അവിടെ മല കുത്തിയിട്ടുണ്ട്. സ്ലോലി 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 അവർ ഒരു വണ്ടി വെച്ചേക്ക് പോണം. ടയറും ഇല്ല ഒന്നുമില്ല. അവൻ വണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ പുഷ് ചെയ്യണേ ഫ്രണ്ടിലോട്ട്. അവിടെ ഓൾറെഡി കുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങല്ലേ അങ്ങോട്ട് ഓൾറെഡി കുത്തിക്കാണ്. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കുത്തൽ ഒന്ന് വെച്ച് തിരിച്ച് അവർ വണ്ടി കയറുന്ന സമയത്ത് കുത്താം. വെയിറ്റ് ഇപ്പൊ കുത്തരുതേ. ഇവിടെ കുത്താവും. എല്ലാം കൂടെ ഇവിടെ കുത്താവും. ഇവിടെ കുത്താവും. പെട്ടെന്ന് കുത്ത് 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 അണ്ണായോടെ കുത്തുന്നേ. ഇവിടെ ഒറ്റ ഇറങ്ങിയടിക്കുന്നത്. എല്ലാം അടി 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 കുഴിഞ്ഞ ഓടുന്നു ഓടുന്നു ഓടുന്നു. ഫ്ലാഷ് വിട്. വാ വാ
പടവല കേറാ പടവല കേറാ എന്താണെന്ന് പറയത്തില്ല 2 ടാഗും ഉണ്ടാവും ഈ മാർക്കറ്റ് ഞാൻ പറഞ്ഞേക്ക് പിങ്ങും വണ്ടിയാണോ എല്ലാ വണ്ടി ഫൈറ്റ് ആയി വണ്ടി എടുക്കുക നമ്മളെ വണ്ടി ആ കുത്തുവാടാ ആരും കത്തിപ്പോയെന്ന് തല്ലിക്കൊണ്ടി ബാ 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 വണ്ടി ഇതിലില്ല കേരടിക്കാം അഗ്രസം കളിക്കാം വാ നീലടിച്ചോടാ ഇരിക്കുമ്പോ നമ്മുടെ വണ്ടി വെള്ളത്തിൽ പോയടാ നമ്മുടെ വണ്ടി വെള്ളത്തിൽ പോയിടാ ഇവിടെ എന്നീ വണ്ടി കയറ്റിയേ ഓക്കെ എല്ലാം ഒറ്റയ്ക്ക് പോലെ ഒറ്റയ്ക്ക് കയറി കൊടുക്കില്ല നമ്മളെല്ലാരും ഓൺ ഫുട്ടാണ് നമ്മുടെ ഇത് അമർ ഫ്രണ്ടി കുത്തി ഇങ്ങോട്ട് മാറുന്നു അത്ര മണ്ടല്ലേ തള്ളിയെട് ഇവിടെ ഒരു വണ്ടി ബാക്കിലോട്ട് പോയിട്ടുണ്ട് കുഴപ്പമില്ല തള്ളിക്കോ എടാ ഞാൻ പറഞ്ഞ തിരിച്ചിങ്ങോട്ട് ഇവനെ ബാക്കിലോട്ട് ഓപ്പണിലുള്ളവരടി ഫ്ലിറ്റാ വരുന്നത് എത്തിയില്ലടാ നമ്മുടെ കൂടെ എന്റെ കൂടെ വന്നില്ലായിരുന്നു അവര് മേളിലോട്ട് കയറിയോ എവിടെ ഇത് നമ്മളെവിടെ സ്പ്ലിറ്റ് ആയി പോയത് അവർ റൈറ്റ് പോയി എടാ ഞാൻ ശ്രദ്ധിച്ചില്ലടാ അവരെ അടിക്കടിക്കുന്നുള്ള നീലന്റെ കോള് കണ്ടപ്പോഴേ ഞാൻ അവിടെ തന്നെ ഈ 3 ആണ് എന്നാണ് തോന്നുന്നത്. സ്ക്രീനില് ബാക്കിയുള്ള ഡൗൺ ആയരെ ഓക്കെ റൊസാരിയോ ഏബിൾ വേഴ്സസ് 1v3 അത് ഇടിച്ചു കൊല്ലാനുള്ളൊരു ശ്രമമല്ല. ഓക്കെ നല്ല കിട്ടിലും കളിയായിരുന്നു. 2 അങ്ങ് കിട്ടിലും കളി സത്യം. ഓ 2 അങ്ങ് കിട്ടിലും കളി. ഫസ്റ്റ് ടി വിക്ക് കുറെ പിക്ക് വന്നു എടുത്തു. ഞാൻ ഞാൻ ഒരു ഇതുമില്ലാതെ കണ്ടോട്ടാ വാറ് എടുത്ത് കളിക്കാൻ നോക്കുന്നു വിചാരിച്ചു. മാക്സിമം പിടിച്ചത് വെള്ളത്തിൽ പോയില്ല. SR ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഓൺ ഫുട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത്. മെസ്ബോയ് ഗോക്കു ഓക്കെ ഇവിടെ SRR ഇവിടെ കുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓക്കെ SRയുടെ ബാക്കിൽ പുഷ് ചെയ്ത് എടുത്താൽ മതിയായിരുന്നു ആദ്യമേ.
ബാക്കിയുള്ളവന്മാർ ബൈ റോഡ് ക്രോസ് ചെയ്താ വന്നത് കണ്ടോ. ഒഡീസി ഡൗൺ മദാരാണ് ഫസ്റ്റ് പിക്ക് എടുത്തിട്ട് ഒഡീസി ഡൗൺ ആയിട്ടുണ്ട്. എടാ ജിആർ അടിച്ചാലോടാ ഒഡീസിനെ. ഇവിടെ ഒരാളുടെ ജിആർ അടിച്ചു. ഡൽഹി ഓക്കെ ടീവി മദാരം ഇവിടെ മദാരം 3 പിക്ക്. ആന്റണി വാക്കർ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ടെസ്ട്രോന്റെ ഡൗൺ ആന്റണി വാക്കർ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. മദാർ അവിടെ 3 വിക്ക് എടുത്തു മൊത്തം. വില്ലൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഏരിയയിൽ നിന്ന് നല്ല രീതിക്ക് അടി വരുന്നുണ്ട്. ടി വി അവിടെ SRന്റെ മൊത്തത്തിൽ വളഞ്ഞിട്ടുണ്ട്. SR വേഴ്സസ് ടി വി ആണ് ഇപ്പൊ കറന്റ് ഉള്ളത്. SRന്റെ ഈ ഒരു ഏരിയയിലുള്ള SR ഇത് കണ്ട മന്ദാര എന്റെ തൊട്ട് ബാക്കിലുണ്ട്. മന്ദാര ഇവിടെ നിൽക്കുക. ഞാൻ ഇവിടെ ഒറ്റയ്ക്കായപ്പോ ഇവിടെ ഇതിന്റെ ക്ലോസിൽ നോക്ക് 1 2 3 4 പേര് പരുന്തുവാസു. പിന്നെ അതുപോലെ തന്നെ മദാര ഹീലിങ്സ് ഇല്ല. ഞാൻ മാത്രമായി ഇതുകൊണ്ടോ 1 2 3 4 5 പേര് എന്റെ പണി. പരുന്തുവാസു ഡൗൺ അവിടെ. സ്റ്റീവ് അസ്രായേൽ ദില്ലിനെ എടുത്തിട്ടുണ്ട്. മദാര ഡൗൺ ആയിട്ടുണ്ട്. ജുഗ്രു അവിടെ ഷാഡോനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. പിന്നെ സെർജി അവിടെ ലെക്സിനെ എടുത്തിട്ട് ജുഗ്രു അടുത്തൊരു പിക്ക്. ജുഗ്രു ട്യൂബിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. സെർജി അവിടെ ഡോർക്കിനെ ഡൗൺ ആക്കുന്നു. അസീം അവിടെ നീലനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. സെർജി ഇവിടെയാണ് നമ്മുടെ പിക്കുകളെല്ലാം വീണ കണ്ടോ. അസീം SR ഇവിടെ ഫുള്ള് നമ്മുടെ പിക്കുകൾ മൊത്തം ഇവിടെ പോയി കണ്ടോ. റൊസാരിയോ റോഡ്രിഗസ് അടുത്തൊരു പിക്ക്. ആന്റണി വാക്കർ അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ജൂഡിനെ സ്റ്റീവ് അസ്രായേൽ സെർജിയോനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ആന്റണി വാക്കർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ആന്റണി വാക്കർ അവിടെ ട്രേഡ് ആണ് എടുത്തിട്ടുള്ളത്. ജുഗ്രു ബാദുഷാ അവിടെ ജുഗ്രുവിനെ ഡൗൺ ആക്കി. ജിയാറോ എനിക്ക് തോന്നുന്നു TV. ഓക്കെ കിലുവ വേഴ്സസ് ടോറസ്. ടോറസിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ സ്റ്റീവ് അസ്രായേൽ അവിടെ നല്ലൊരു കിടിലം ബാക്കപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഡെവിൻ എസ്കോബറിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഇനി തോന്നുന്നു ഡെസിമൽ ഡൗൺ വില്ലു ആണ് ഡെസിമൽ എടുത്തിരിക്കില്ല. ഒറ്റയ്ക്കുള്ള റേഡിയോയിൽ കോളൊക്കെ പറയണ പയ്യൻ ലാസ്റ്റ് മേനാ തോന്നുന്നു. ഐ തിങ്ക് 1v3 ആണ് എന്നാണ് തോന്നുന്നത്. എല്ലാരും ജിയാറോ അടിച്ചറ ഇവിടെ ഉള്ള ബാക്കിയുള്ള ഡൗൺ ആയവരെ. ഓക്കെ റൊസാരിയോ ഏബിൾ വേഴ്സസ് 1v3. ഓക്കെ സ്റ്റീവ് അസ്രായേൽ ഡൗൺ ആക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഫക്കിംഗ് ഗോ ബ്രോ. കളി കളിച്ചടാ മയിര്. ഹലോ എന്തായി എന്ത് കളി കളിച്ചടാ മയിര്. എടാ നീല ഇല്ല കളി ഞാൻ ഒരു കാര്യം. കളി കഴിഞ്ഞില്ലേ? ആരെ എത്ര പേരുണ്ട് ഇനി? ഞാൻ പറയട്ടെ നമ്മുടെ ആ ലെഫ്റ്റ് സൈഡ് തള്ളിയായിരുന്നെങ്കിൽ ഇച്ചൂടെ നമുക്ക് ഇവരെ ക്ലിയർ ചെയ്തായിരുന്നു. അല്ല ഞാൻ പറയട്ടെ ലെഫ്റ്റ് സൈഡ് അല്ല സ്ട്രേറ്റ് ഈ നമ്മുടെ സൈഡ് കുത്തിയന്മാരെ പുഷ് ചെയ്യാൻ അതവര് ആരും വന്നില്ല. ഞാനും മന്ദാരം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ ഡീമനൊക്കെ വേറെ ആൾക്കാരെ അടിച്ചോണ്ടിരുന്ന ആണല്ലേ. ഞാൻ ആ കോൾ കേട്ട് ഞാൻ അതിൽ തന്നെ കളിക്കുന്ന നിങ്ങക്ക് POV ഇല്ലടാ. നീ എന്റെ അടുത്ത് അടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് കയറി അടിച്ചടിച്ച് നിന്ന്. പക്ഷെ 5 പേരെന്തോ അടിച്ചു തന്നെ. 5 പേര് നമ്മളെ റെപ്യൂട്ടേഷൻ കട്ട് ഓഫ് ചെയ്തു. ഞാൻ ഇടാൻ പറ്റി. என்ன ஒரு 4 பேர் சேர்ந்து அடிச்சடா. கோச் நல்ல 2 விக்கெட் கோச்சோட நல்ல 2 நான் போச்சுக்குள்ள உடைஞ்சு ஒரு விக்கெட் எடுத்து செத்துட்டேன். ഡെവിഡസ് സ്കോർ 2 വിക്കറ്റ് ഐ തിങ്ക് 2 വിക്കറ്റ് 4 എന്നുള്ളതാണ്. என்ன பில்டிங் மேல கேറി அடிக்க ஆரம்பிச்சடா ആ இடத்துல 6v4 ഇതാരാ ബാക്കിയുള്ളത്? ശരി ഈ പ്ലെയർ ആണെങ്കിൽ 6v. ഇവന്താ എടുക്കുന്നാണോ വിചാരം? നമ്മൾ ആദ്യം കത്തിപ്പോയില്ല. അവിടെ അസീമ കത്തിയായിരുന്നു കേട്ടോ. ആദ്യം 2 പേര് കത്തിയില്ലേ? ഇപ്പൊ നമ്മളോട് എത്ര പേരുണ്ട്? 3 പേര്. ഓക്കെ അൾട്രാനോബ് അതെന്താ പിള്ളേരുടെ വണ്ടിയും പോയില്ലേ ഉള്ളത്? കമ്മിറ്റ് ചെയ്തില്ലായിരുന്നോ നിങ്ങളുടെ വണ്ടി പോയപ്പോ? പിന്നെ ഞാൻ അവിടെ കുത്തിയേ പറ്റൂ. ഇത്ര നേരമായിട്ട് എന്താ വരാത്ത? എന്നെ ഒറ്റ അടിച്ചേട്ടാ. ഞാൻ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. റേഡിയോ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. വെള്ളം നീന്തിയൊക്കെ വരുന്നേട്ടാ. അവനെനിക്ക് അപ്പുറത്തെ കരയിലെ എവിടെയായിരുന്നു. അപ്പൊ ബാക്കി കൂടെ വരും കേട്ടോ. എടാ ഇത് നമ്മൾ ജയിച്ചടാ. പിന്നെ ഇവൻ വന്നിട്ട് ഈ 3 പേരെ അടിച്ച് നമ്മുടെ ഇത് ജയിക്കുമെങ്കിൽ പിന്നെ കളിച്ചോണ്ടിരിക്കണ എന്തിനാണ്? അവന്റെ പേര് തന്നെ
സാറ് എനിക്ക് പറയാൻ പറ്റില്ലടാ ടീമിന് എനിക്ക് കിട്ടിയ അടി വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ കണ്ടു പുള്ളിനെ റനുവിനെ കണ്ടു കിട്ടി കിട്ടി അടി കിട്ടി. വന്ന വഴി നീന്തി തിരിച്ചു പോവാം വന്നവഴി ഞാൻ തിരിച്ചു പോയതാടാ. അത് അവന്റെ സെക്കൻഡ് മൂന്ന് പേരും കളിക്കുന്നില്ല സ്റ്റീവും വില്ലും ഏബലും അതിൽ എന്താ ഹെൽപ്പ് നോക്ക് എന്താ എടാ അവന്റെ അടുത്ത് പോയി നോക്ക് ആ അവന്റെ കുഴിയില് പേര് കയറി വൺ വേ ഒക്കെ അടിച്ചിരിക്കാൻ പോകുന്നു കേട്ടോ. നോക്ക് എന്താ സിറ്റുവേഷൻ വീട്ടിന്റെ മണ്ടലേ ഇതവൻ ഹീരാനുള്ള സമയമുള്ളൂ അതിനുള്ളിൽ നമ്മൾ കയറി തല്ലും ഒരു ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോവല്ലേ എന്റെ വില്ല് പോലെ ഈസി. இல்ல பின்னாடி இன்னொருத்த அடிக்கிறான் பாரு வில்லு ഇതാര് இவன் நான் 1 HP ஆக்குனேன்டா ஆனா அவன் அந்த டைம்ல கத்தி போய் കറക്റ്റ് മറ്റേ ഇത് ചെയ്തതാ ഇങ്ങനെ നിന്നതാ ഇവ എവിടുന്ന് വന്ന് இல்லடா இவனை நான் அடிச்சடா ഈസി ബോട്ട് വട്ടി ബോട്ട് അത്രേ ഉള്ളൂ இவனை நான் அடிச்சு 1 HP ഇവരൊക്കെ പണി ഏതാ സീമൊക്കെ ചത്ത് അസീമിനൊക്കെ കൊന്ന് അസീമിനെ വലിയവനെ ബാക്കിൽ നിന്നാണ് അടിച്ചായിട്ടോ സംഭവം. ഞാൻ എന്നാ കത്തിപ്പോയ വഴിക്ക് പോകാനുള്ളതിന് വീണ്ടും വന്ന് തല്ല് മേടിക്കാൻ. അവൻ ഇവര് മാറിയ സമയത്ത് പ്ലേ കൊടുത്തവൻ അത് കണ്ടോ നോക്കിയിരുന്നത് അവിടെ. അവ അതുവരെ ഇവര് ചത്തപ്പോ മാറിപ്പോയപ്പോ അതുവരെ അവൻ പ്ലേ കൊടുത്തിട്ടില്ല. എന്നിട്ട് വലിയവനെ ബാക്ക് ചെയ്ത് എടാ അത് നീ ഒന്ന് ആലോചിച്ചോക്കെ കണക്ട് ആവുന്ന അവർക്ക് റീകണക്ട് ആവുന്ന ഡിസ്കോഡിൽ ഇരുന്ന് കോള് ഊമ്പിട്ടായിരിക്കും അവിടെ വന്നത്. ഒരു സംശയമില്ല. വർച്ചായിട്ട് കൊടുത്തോട്ടെ. ഈജല്ല ഗെറ്റ് പെട്ടെന്ന് ഒരു ടിക്കറ്റ് PO ചോദിക്കേ അതിന്റെ PO ചോദിക്കണം അത് ഒരിക്കലും അങ്ങനെ കളിക്കാൻ പറ്റത്തില്ല അതിന്റെ PO ഓഡിയും കൂടെ ഉള്ള POV. അതിന്റെ PO ചോദിക്കണം. അതിന്റെ PO ചോദിക്കാം. അതിന്റെ ഓഡിയോ ഉള്ള ഡെസ്ക്ടോപ്പ് ഓഡിയോ ഉള്ള PO ചോദിക്കാം. പിന്നെ മറ്റവന് വീഡിയോ എടുത്തേക്കോ അവന് വാർത്ത